ഹലോ ഹായ് എല്ലാവർക്കും നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് നവംബർ മാസത്തിലെ മുഴുവൻ വാർത്തകളാണ്. അതായത് നവംബർ 1 തൊട്ട് 30 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേൺ ടു ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: വെർ ഇസ് ഇന്ത്യസ് ഫസ്റ്റ് പോർട്ട് ബേസ്ഡ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്ട് ഇനാഗുറേറ്റഡ്? അതായത് എന്താണ് MOPSW എന്ന് പറയുന്നത് അറിയോ? MOPSW യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ് ആണത്. സ്പോർട്സ് അല്ല കേട്ടോ, പോർട്സ്. അതായത് കേന്ദ്ര തുറമുഖ മന്ത്രിയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോ അത് ആദ്യത്തെ തന്നെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തുറമുഖാധിഷ്ഠിത ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതി ആയിരുന്നു ഇത്. അപ്പോ ഈ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണെന്ന് അറിയാമോ? ദ റൈറ്റ് ആൻസർ ഈസ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് ഇനാഗുറേഷൻ നടന്നത്. അറ്റ് VO ചിദംബർ പോർട്ട്. ചിദംബർ പോർട്ട്, ചിദംബരനാർ അല്ലെങ്കിൽ എന്താ പറയാ, ചിദംബരനാർ അല്ലെ, VOC പോർട്ട് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇന്ത്യസ് ഫസ്റ്റ് പോർട്ട് ബേസ്ഡ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്ട് വാസ് ഇനാഗുറേറ്റഡ് അറ്റ് VOC പോർട്ട്. ഡീറ്റെയിൽസ് നോക്കാം. ലൊക്കേഷൻ എവിടെയാണ്? ചിദംബരനാർ പോർട്ട് അല്ലെ, തൂത്തുക്കുടിയിലാണ് ലൊക്കേഷൻ വരുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേജർ സ്റ്റെപ്പ് ഇൻ ഇന്ത്യസ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എയിമിംഗ് ഫോർ മെരിടൈം ഡീകാർബണൈസേഷൻ. കാർബണിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. കപ്പാസിറ്റി, എന്തിനാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് അറിയോ? അപ്പോ ഇന്ത്യസ് ഫസ്റ്റ് പോർട്ട് ബേസ്ഡ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് എവിടെയാണ്? തമിഴ്നാട്ടിലാന്നുള്ള ഒരു ഓർമ്മ വേണം. അപ്പൊ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ഓർമ്മ കിട്ടും. സോ അതിനാണ് നമ്മൾ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് കേട്ടോ. ഇനാഗുറേഷൻ ആരായിരുന്നു? ബൈ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ശ്രീ സബർമത സോനോവാൾ ഓൺ സെപ്റ്റംബർ 6, 2025 ഇനാഗുറേഷൻ കഴിഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി തമിഴ്നാടിന്റെ ബേസിക് ഫാക്ടുകൾ എന്തൊക്കെയാ നോക്കാം. ലൊക്കേഷൻ എവിടെയാണ്? സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും സൗത്തിൽ കിടക്കുന്ന സ്റ്റേറ്റ് ആണ് അല്ലെ. ബൗണ്ടഡ് ബൈ ഇന്ത്യൻ ഓഷ്യൻ ടു ദ ഈസ്റ്റ്. ഈസ്റ്റിൽ ഇന്ത്യൻ ഓഷ്യൻ ആണ്, ഈസ്റ്റ് ആൻഡ് സൗത്ത്. ആൻഡ് ബൈ ദ സ്റ്റേറ്റ്സ് ഓഫ് കേരള, കർണാടക, ആന്ധ്രാപ്രദേശ് ടു ദ വെസ്റ്റ് ആൻഡ് നോർത്ത് അല്ലെ. ക്യാപിറ്റൽ ചെന്നൈ ആണ്, വിച്ച് ഇസ് ഓൾസോ ലാർജസ്റ്റ് സിറ്റി ആണ് ചെന്നൈ എന്ന് പറയുന്നത്. ഏരിയ എത്രയാണ് വരുന്നത്? 1,30,058 കിലോമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ദ 10th ലാർജസ്റ്റ് സ്റ്റേറ്റ് ബൈ ഏരിയ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ 10ാമത്തെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. പോപ്പുലേഷൻ 2011 സെൻസസ് ആണ് കേട്ടോ ഇത്. 72.1 മില്യൺ പോപ്പുലേഷൻ ആണ്. മേക്കിംഗ് ദ 6th മോസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ 6ാമത്തെ മോസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. കോസ്റ്റ് ലൈൻ ഹാസ് എ കോസ്റ്റ് ലൈൻ ഓഫ് 1076 കിലോമീറ്റർ അല്ലെ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയാണ്, തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ളത് കേട്ടോ. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ളത്. പിന്നെ ഇതിന്റെ സ്റ്റേറ്റ് സിംബൽസ് എന്തൊക്കെയാണ്? നിലവിലൊന്ന് വർഷം അറിയാലോ. 1950 ജനുവരി 26 തലസ്ഥാനം ചെന്നൈ ആണ്. സംസ്ഥാന മൃഗം വരയാടാണ്. വരയാടാണ് സംസ്ഥാന മൃഗം എന്ന് പറയുന്നത് അല്ലെ. സംസ്ഥാന മൃഗം വരയാടാണ്. സ്റ്റേറ്റ് ഫ്ലവർ ഗ്ലോറിയോസ ലില്ലി അല്ലെ. സ്റ്റേറ്റ് ഫ്ലവർ കന്താൾ എന്നൊക്കെയാണോ മലയാളത്തിൽ പറയാ. ഗ്ലോറിയോസ ലില്ലിന് മലയാളത്തിൽ എന്താ പറയുക? കന്താൾ എന്നാണ് പറയാ. സംസ്ഥാന പുഷ്പം. സംസ്ഥാന പക്ഷി എമറാൾഡോവ്, അതായത് എന്താണ്? മരതകപ്രാവ് എന്നൊക്കെ പറയില്ല, അതാണ് സംസ്ഥാന പക്ഷി. സ്റ്റേറ്റ് ട്രീ പാം ട്രീ ആണ്. സ്റ്റേറ്റ് ഗെയിം കബഡി ആണ്. സ്റ്റേറ്റ് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് ആണ്. നമ്മുടെ തന്നെ സ്റ്റേറ്റ് ഫ്രൂട്ടും ജാക്ക് ഫ്രൂട്ട് ആണ് അല്ലെ. സോ ദീസ് ആർ ദ സ്റ്റേറ്റ് സിംബൽസ് ഓഫ് തമിഴ്നാട്. തമിഴ്നാടിന്റെ സ്റ്റേറ്റ് സിംബൽസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അതുതന്നെ ഇവിടെ നവോദയ വിദ്യാലയങ്ങളില്ല. നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഏക സംസ്ഥാനം അത് തമിഴ്നാടാണ്. പിന്നെ എന്തൊക്കെയാ പ്രത്യേകത? കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അതും തമിഴ്നാട് തന്നെയാണ്. പിന്നെ ഏതാണ് പറയുന്നത്? പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? അതായത് നിർബന്ധിത മതപരിവർത്തന നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനവും തമിഴ്നാട് തന്നെയാണ് കേട്ടോ. ഈ കമുദി സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അതേത് തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഇൻഡിജിനിയസ് 32-bit microprocessor certified for use in the extreme condition of launch vehicles? എന്താണ് പറയുന്നത്? അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട്
പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച 32 ബിറ്റ് മൈക്രോ പ്രൊസസ്സറിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് മക്കളെ, എന്താണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് വിക്രം 32 അല്ലെ. വിക്രം എന്ന് പറയാം, അല്ലെങ്കിൽ വിക്രം 32. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ISRO സെമികണ്ടക്ടർ ലബോറട്ടറി ആണിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് 32 ബിറ്റ് മൈക്രോ പ്രൊസസർ ചിപ്പാണ് വിക്രം 32, അല്ലെങ്കിൽ 302 എന്നും കൂടി ഉണ്ട് തോന്നുന്നുണ്ടോ, നോക്കട്ടെ. യെസ്, 3201 ആണ്. 3201 ആണ് അതിന് വിക്രം 32 എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് 32 ബിറ്റ് മൈക്രോ പ്രൊസസർ ആണ്. It is tested in space on PSLV C60 missions. 32 bit architecture. 32 ബിറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് എത്ര പിൻസ് ആണ്? 32 പിൻസ് ആണ്. അതായത് ഒരു സൈഡിൽ തന്നെ 8 പിൻസ്, അപ്പം 432 അല്ലെ. അങ്ങനെ 32 ബിറ്റ് ആർക്കിടെക്ചർ ആണ്. ഹാൻഡിൽസ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. withstand extreme condition of space, can perform multiple tasks perform ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. So it is developed by ISRO Vikram Sarabhai Space Center and Semiconductor Laboratory, designed to handle extreme condition rocket satellites for the self-reliance in space technology. Clear? മൂന്നാമത്തെ ചോദ്യം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി was presented with a traditional Daruma doll seen as a symbol of good luck during his state visit to which country? അതായത് ഏത് രാജ്യക്കാരാണ് അദ്ദേഹത്തിന് ദരുമ ഡോൾ, അതായത് ഒരു ഗുഡ് ലക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള ദരുമ ഡോൾ സമ്മാനിച്ചത് ഏത് രാജ്യക്കാരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഏത് രാജ്യക്കാരാണ്? ദ റൈറ്റ് ആൻസർ ഈസ്, ഏത് രാജ്യക്കാരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ജപ്പാനാണ് അല്ലെ. PM മോദി പ്രസന്റഡ് വിത്ത് ദരുമ ഡോൾ അറ്റ് ഷോറിസാൻ ദരുമാജി ടെമ്പിൾ. ഇതാണ് കേട്ടോ ഈ ദരുമ ഡോൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ദരുമ ഡോൾ? എന്താണ് സംഭവം? ദരുമ ഡോൾ എന്താണെന്നാണ് പറഞ്ഞത്. അതായത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി was presented with a traditional Daruma doll during his state visit to Japan in August 2025. The doll, a significant cultural symbol of perseverance and good luck. അപ്പോൾ ലക്കിന്റെയും പെർസിവറൻസിന്റെയും സിമ്പിൾ ആണ് ഈ ദരുമ ഡോൾ എന്ന് പറയുന്നത്. Was gifted by Reverend Shirozi and the chief priest of the Sorinshan Darumaji temple. അവിടുത്തെ അമ്പലമാണ് അല്ലെ ദരുമാജി ടെമ്പിൾ, താകസാക്കിയിലെ അമ്പലമാണത്. അപ്പൊ അതിലെ ചീഫ് പ്രീസ്റ്റ് ആണ് അത് നരേന്ദ്രമോദിക്ക് ഗിഫ്റ്റഡ് ചെയ്തത്. എന്താണ് സംഭവം എന്ന് പറയും, ഈ ഒരു ദരുമ ഡോളിന് നമ്മളെ ഇന്ത്യ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ദരുമ, അപ്പൊ നമ്മള് ഏഴാം അറിവ് എന്നുള്ള സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതില് ബോധിധർമ്മൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാം. എന്നാൽ അതിന് മുന്നേ ബോധിധർമ്മൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ജപ്പാൻകാർക്ക് അറിയാം. കാര്യം ബോധിധർമ്മൻ എന്താണ്? ഹീസ് എ ഫൗണ്ടർ ഓഫ് സെൻ ട്രഡീഷൻ ഓഫ് ബുദ്ധിസം ഇൻ ജപ്പാൻ. ജപ്പാനിലെ സെൻ ട്രഡീഷന്റെ ഫൗണ്ടർ ആണ് ബോധിധർമ്മൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആദരവ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന് ഒരു മോഡലാക്കി വെച്ചിട്ടാണ് ഈ ദരുമ ഡോള് എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. The Daruma doll has a deep connection to India as it model after Bodhidharma, an Indian monk from Kanchipuram, തമിഴ്നാട് നിന്നുള്ള സന്യാസിയായിരുന്നു അല്ലെ, who is considered the founder of the Zen tradition of Buddhism in Japan. The gift was seen as a gesture to reaffirm the close civilization and spiritual ties between the two countries. രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസിനെല്ലാം ചേർത്ത് നിർത്തുന്ന അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് ദരുമ ഡോള് ആർക്ക് സമർപ്പിച്ചത്? ജപ്പാൻ ഇന്ത്യയിലേക്ക് സമർപ്പിച്ചത്. ഓക്കെ, ക്ലിയർ. നാലാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് ദ FIDE? FIDE എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് വേർഡ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് എ ഫ്രഞ്ച് ഫോർ ദ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഒരു ഫ്രഞ്ച് വേർഡ് ആണ്. FIDE സ്റ്റാൻഡ് ഫോർ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡെസ് HS എന്നാണ് പറയാം. ഓക്കെ, വേൾഡ് കപ്പ് 2025 ഫ്രം ഒക്ടോബർ 30 to നവംബർ 27. അപ്പോൾ ഒക്ടോബർ ടു നവംബറിൽ നടക്കുന്ന FIDE വേൾഡ് കപ്പ് 2025 അത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഗോവ. 2025 FIDE വേൾഡ് കപ്പ് ഗോവയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒക്ടോബർ 30 തൊട്ട് നവംബർ 27 വരെയാണ് നടക്കാനായിട്ട്. ഓക്കെ, ഗോവയുടെ പ്രത്യേകതകൾ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനമാണ്. സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. എത്ര ജില്ലകളാണ് ഗോവയിലുള്ളത്? വെറും 2 ജില്ലകൾ മാത്രമാണ് ഗോവയിലുള്ളത്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനമാണ്. പിന്നെ പുരാതന കാലത്ത് ഗോവൻ അറിയപ്പെടുന്നത് ഗോമന്തകം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള സംസ്ഥാനമാണ്. സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പാക്കിയ
ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഗോവ തന്നെയാണ്. ഓക്കെ, അവസാനമായിട്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനവും ഗോവ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഇന്ത്യൻ സിറ്റി ഹാസ് ബിഡ് ഫോർ 2030 കോമൺവെൽത്ത് ഗെയിംസ്? അതായത് 2030 നടക്കാനായിട്ട് പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ഹോസ്റ്റ് ചെയ്യുന്ന സിറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പറഞ്ഞായിരുന്നു ഗോമന്തകം എന്നറിയപ്പെടുന്നത് ഗോവയാണെന്ന് പറഞ്ഞായിരുന്നു. ഗുർജരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? പറയാം. ഓക്കെ, സോ അത് നടക്കുന്നത് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ്. അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പൊ ഗുർജരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. കേട്ടല്ലോ. The Indian city of Ahmedabad in the state of Gujarat was the sole Indian city to be bid 2030 Commonwealth Games and has officially been awarded the hosting rights. The decision was ratified by the Commonwealth Sports General Assembly in Glasgow on November 26, 2025. Okay. അപ്പൊ അഹമ്മദാബാദ് വെച്ചിട്ടാണ് 2030 നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അഹമ്മദാബാദിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നത്? അഹമ്മദാബാദ് ലൊക്കേഷൻ സബർമതി റിവർ ബാങ്ക്സിലാണ്, ഗുജറാത്തിലെ സബർമതി റിവറിലാണ് ലൊക്കേഷൻ. ഫൗണ്ടഡ് 1411 ബൈ സുൽത്താൻ അഹമ്മദ് ഷാ. 1411 സുൽത്താൻ അഹമ്മദ് ഷായാണ് അഹമ്മദാബാദ്. അതുകൊണ്ടാണ് അഹമ്മദാബാദ് ഉള്ള പേര് വരാനുള്ള കാര്യം. അഹമ്മദാബാദ് അല്ലെ. മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ അഹമ്മദാബാദ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? അഹമ്മദാബാദ്. ഓക്കെ, ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്നുള്ള സിറ്റി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അഹമ്മദാബാദ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് അഹമ്മദാബാദ്. അപ്പൊ ഗുജറാത്തിന്റെ ആദ്യ തലസ്ഥാനമായിരുന്നു അഹമ്മദാബാദ്. പിന്നീട് അത് എന്തായി മാറി? ഗാന്ധിനഗർ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ തലസ്ഥാനം അഹമ്മദാബാദ് ആയിരുന്നു. അഹമ്മദാബാദിന് പണ്ടൊരു പേരുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയോ? കർണാവതി എന്നുള്ളതായിരുന്നു. അഹമ്മദാബാദിന്റെ പണ്ടത്തെ പേര് കർണാവതി എന്നായിരുന്നു. യുനെസ്കോ സൈറ്റ് ഉണ്ട്, ഹിസ്റ്റോറിക് സിറ്റി ഓഫ് അഹമ്മദാബാദ്. യുനെസ്കോ സൈറ്റ് ഹിസ്റ്റോറിക് സിറ്റി ഓഫ് അഹമ്മദാബാദ്. ഇതിലുള്ള കീ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് IIM-ഉം IIT-യും എല്ലാം എവിടെ തന്നെയാണ്? അഹമ്മദാബാദിൽ തന്നെയാണുള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞു അഹമ്മദാബാദ് നഗരം പണി കഴിപ്പിച്ച ഭരണാധികാരിയായാണ് അഹമ്മദ് ഷായാണ് അല്ലെ. അഹമ്മദ് ഷാ ഒന്നാമനാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ലാൻഡ്മാർക്ക് നരേന്ദ്രമോദി സ്റ്റേഡിയം, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം ആയിട്ടുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയം എവിടെയാണുള്ളത്? അഹമ്മദാബാദിലാണുള്ളത് അല്ലെ. കൾച്ചറൽ ഹബ്, സെന്റർ ഫോർ ദ ഗുജറാത്ത് കൾച്ചറൽ ഫെസ്റ്റിവൽസ്, നവരാത്രിയുടെ കൾച്ചറൽ ഹബ്ബാണ് ഇത് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാന്ന് പറഞ്ഞത്? സബർമതിയാണ് അല്ലെ. ഗുജറാത്തിന്റെ നിയമ തലസ്ഥാനമാണ് കേട്ടോ അഹമ്മദാബാദ്. ഗുജറാത്തിന്റെ നിയമ തലസ്ഥാനമാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം സബർമതിയാന്ന് പറഞ്ഞു. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഡെനിം സിറ്റി എന്നെല്ലാം അറിയപ്പെടുന്ന നഗരമാണ് ഏത്? അഹമ്മദാബാദ് അല്ലെങ്കിൽ അഹമ്മദാബാദ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലെ. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം, പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അഹമ്മദാബാദ്. അതുപോലെ തന്നെ ഈ സർദാർ പട്ടേൽ സർവകലാശാലയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമായി റേഡിയോ നിലയം ആരംഭിച്ച സർവകലാശാലയാണ് സർദാർ പട്ടേൽ സർവകലാശാല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ തീം ഓഫ് IMC 2025? IMC, വാട്ട് ഈസ് ദ തീം ഓഫ് IMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ്. IMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ആണ്. വാട്ട് ഈസ് ദ തീം ഓഫ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2025? എന്താണ് തീം? Innovate to transform is the theme of IMC 2025. The theme for India Mobile Congress 2025 was Innovate to Transform, emphasizing India's drive for digital transformation. Innovate to Transform എന്ന് പറയുന്നത് അനലോഗ് ട്രാൻസ്ഫോം നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോമിലേക്ക് വന്നു. ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് Innovate to Transform എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And self-reliance by leveraging new technologies like 6G, AI, and satellite communication for societal progress. Focus. The theme highlighted building a self-reliant India through digital innovation in telecom and other sectors. Key areas എന്ന് പറയുന്നത് IoT, Internet of Things, അതുപോലെ തന്നെ 6G, AI, Artificial Intelligence അല്ലെ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെലികോം മാനുഫാക്ചറിംഗ് ആണ് ഇതിന്റെ കീ ഏരിയാസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, which district in Gujarat has been identified as mass analog site അല്ലെ. mass analog site due to the presence of ജെറോസൈഡ് ഡെപ്പോസിറ്റ്സ്. അതായത് ജെറോസൈഡ് നിക്ഷേപങ്ങളുടെ സാന്നിധ്യം കാരണം ഗുജറാത്തിലെ ഏത് ജില്ലയെയാണ് ചൊവ്വയ്ക്ക് സമാനമായ സ്ഥലമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ചൊവ്വയ്ക്ക് സമാനമായ സ്ഥലം എവിടെയാണുള്ളത്? The right answer is Kutch.
അപ്പോ ഏതാണ് ഗുജറാത്തിലെ ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? കച്ച് എന്നുള്ള ഡിസ്ട്രിക്റ്റ് ആണ് മാസ് അനലോഗ് സൈറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. The district in Gujarat identified as mass analog site due to the Jarosa deposit in Kutch, due specifically around the village of Matanomat, which serve as a crucial testing ground for ISRO Mars mission, mimicking condition of Mars due to its ancient water-related mineral formations. ഒക്കെ അവിടെ ഉണ്ട്, കച്ചിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ചോദ്യമാണ്, എട്ടാമത്തെ ചോദ്യമാണ്. അക്കോർഡിംഗ് ടു NCRB റിപ്പോർട്ട്, അക്കോർഡിംഗ് ടു NCRBയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ട്ടോ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് NCRBയുടെ ഫുൾ ഫോം. NCRB ഫോം എന്താണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അല്ലെ? നാഷണൽ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട്സ് വിച്ച് സ്റ്റേറ്റ് റിപ്പോർട്ട് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് സൈബർ ക്രൈം കേസസ്. ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ്. കേരളം അല്ല. ഓക്കെ, കേരളം അല്ല. ഏതാണ് ആ സ്റ്റേറ്റ്? കേരളം അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞെട്ടി. കേരളം ആ ആദ്യത്തെ 5 പൊസിഷൻസിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് നോക്കാം. കർണാടകയാണ് കേട്ടോ. കർണാടക സൈബർ ക്രൈം റേറ്റ് ഇൻക്രീസ് ഫ്രം, അതായത് 2022 23 ഒരു ഇൻക്രീസ് സംഭവിച്ചിരിക്കുന്നത്. 2022 4.8% ഉണ്ടായിരുന്നുള്ളത് 6.2% ആയിട്ട് മാറിയിട്ടുണ്ട്. ഇരട്ടിയിലോട്ട് അടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ 2025 ആകുമ്പോഴേക്കും എന്താവും? അതിന്റെ ഇരട്ടി ആയിക്കോളും അല്ലെ? എത്ര കേസുകളാണ്? 21,889 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പൊസിഷനിൽ ഏതാണ്? തെലങ്കാനയാണ് അല്ലെ? സെക്കൻഡ് പൊസിഷനിൽ തെലങ്കാനയാണ്. 18,236 കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തേർഡിൽ ഉത്തർപ്രദേശ് ആണ്. 10,794 കേസുകളാണ്. അപ്പൊ 3 പൊസിഷനിലും ഭാഗ്യത്തിന് നമ്മൾ കേരളം പറ്റിയിട്ടില്ല. ഫസ്റ്റ് പൊസിഷൻ വോൺ കർണാടക. വോൺ എന്നാണ് പറയുന്നത്, ഒരു വിജയമല്ല അല്ലെ ഇത്. കർണാടക റിപ്പോർട്ടഡ് ദ ഹയസ്റ്റ് കേസസ്. 21,889 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ കർണാടകയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്? കർണാടക 1986 ഉണ്ടല്ലോ, 1986 മൈസൂർ എന്ന പേരിൽ രൂപീകൃതമായ സംസ്ഥാനമായിരുന്നു കർണാടക. മൈസൂർ എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. ഈ മൈസൂർ എന്നുള്ള പേര് എന്താക്കി മാറ്റി? കർണാടക എന്നാക്കി മാറ്റിയത് 1973 1973 മൈസൂർ എന്ന പേര് എന്താക്കി മാറ്റിയത്? കർണാടക എന്നാക്കി മാറ്റിയത്. ആനകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. അതാണ് ഇവിടെ ആനനെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ആനകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. കടുവകളും അവിടെ വളരെ കൂടുതൽ തന്നെയാണ്. നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 തലസ്ഥാനം ബാംഗ്ലൂരാണ്. ഔദ്യോഗിക മൃഗം അതുകൊണ്ട് തന്നെ ആന തന്നെയാണ്. ഔദ്യോഗിക പുഷ്പം താമരയാണ് കേട്ടോ. ഔദ്യോഗിക പുഷ്പം താമരയാണ്. ഔദ്യോഗിക ഭാഷ കന്നഡയാണ്. സോ മനസ്സിലായല്ലോ, കർണാടക മൈസൂർ കർണാടകയായിട്ട് മാറി 1973. Okay, 9ാമത്തെ ചോദ്യം. A campaign has been launched by the ICC and UNICEF during the ICC Women's Cricket World Cup 2025 to promote equal opportunities for children. What is the name of this campaign? അല്ലെ, കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ക്യാമ്പയിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. The right answer is Promise to Children. The Promise to Children campaign is a UNICEF-led global initiative strongly partnered with the ICC, International Cricket Council India, using cricket popularity to campaign children's rights, ensuring access to health, education, clean water, sanitation and protection, encouraging everyone to share stories and make pledge online with the My Promise to Children to create equal opportunities for all kids to thrive. Okay, Promise to Children. അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ 2025 ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡം? 2025 ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡത്തിൽ എത്രാമത്തെ റാങ്ക് ആണ് ഇന്ത്യക്കുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എത്രാമത്തെ റാങ്ക് ആണ് ഇന്ത്യക്കുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എത്രാമത്തെ റാങ്ക് ആണ്? The right answer is 128th റാങ്ക് ആണ്. 128ാമത്തെ റാങ്ക് ആണ്. സ്കോർ എത്രയാണ്? 100ൽ 53 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. 128ാമത്തെ റാങ്ക് ആണ്. കാറ്റഗറി മോസ്റ്റ്ലി അൺഫ്രീ. റീജിയണൽ റാങ്ക് 26 ഇൻ ദ ഏഷ്യ പസഫിക് റീജിയനിൽ 26ാമത്തെ റാങ്ക് ആണുള്ളത്. പ്രൈമറി കൺസേൺസ് എന്ന് പറയുന്നത് വീക്ക് ഗവൺമെന്റ് ഇന്റഗ്രിറ്റി, ലേബർ ഫ്രീഡം ആൻഡ് വിസൽ ഹെൽത്ത് പൂൾ ഇന്ത്യ സ്കോർ ഡൗൺ. സോ എന്തൊക്കെയാണ്? ഗവൺമെന്റ് ഇന്റഗ്രിറ്റി, അതുപോലെ തന്നെ ലേബർ ഫ്രീഡം, തൊഴിലാളികളുടെ സ്വാതന്ത്ര്യം, അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു റാങ്ക് ഇടുന്നത്. എക്കണോമിക് ഫ്രീഡം ആണല്ലോ. സോ അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ പൊതുവെ എന്താണ്? കുറവാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ റാങ്ക് 128, 100-നുള്ളിൽ പോലും വന്നിട്ടില്ല അല്ലെ?
ഇപ്പൊ ഏഷ്യ പസഫിക് റീജിയനിൽ എടുക്കുമ്പോൾ 26 ഉണ്ടെങ്കിൽ കൂടി പക്ഷെ ഓവറോൾ എടുക്കുമ്പോൾ 128 മാത്രമേ വരുന്നുള്ളൂ. ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ആൻഡ് സി ബിസിനസ്സിലെല്ലാം എന്താണ് റാങ്ക് വന്നിട്ട് വളരെ കുറവാണ് എന്നുള്ളതാണ്. 2025 ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡത്തിൽ റാങ്ക് എന്ന് പറയുന്നത് 128 ആണ്. സോ നമ്മൾ നവംബർ മാസത്തിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.